തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി മികച്ച വിജയം നേടിയതോടെ ബി.ജെ.പി. ക്യാമ്പുകൾ ഉന്നയിച്ച ഒരു ചോദ്യമുണ്ട്. അത് ഇ.വി.എമ്മിനെ കുറിച്ചായിരുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ കൃത്രിമം നടക്കുന്നുവെന്ന് പലകുറി ഇന്ത്യ മുന്നണി ആശങ്കപ്പെട്ടിരുന്നു. മികച്ച വിജയം കരസ്ഥമാക്കാൻ സാധിച്ചതോടെ ഇനി പ്രതിപക്ഷത്തിന് ഇ.വി.എം മെഷീനുകളെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്നായിരുന്നു ബി.ജെ.പി. ചോദിച്ചത്. ഉത്തർപ്രദേശിലടക്കം വലിയ തിരിച്ചടിയാണ് ഇക്കുറി ബി.ജെ.പിക്ക് കിട്ടിയത്. യു.പി. ബി.ജെ.പിക്കൊപ്പം നിൽക്കുന്നത് ഇ.വി.എം മെഷീനുകളുടെ സഹായത്തോടെയാണെന്ന് ഒരിക്കൽ പോലും പ്രതിപക്ഷം പറഞ്ഞിരുന്നില്ല. അതേസമയം വിശ്വാസ്യത ബാലറ്റ് പേപ്പറുകൾക്കാണെന്ന കാര്യത്തിൽ ഇന്ത്യ മുന്നണിയിൽ രണ്ടഭിപ്രായവുമില്ല. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ സംസാരിച്ച് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ ഇ.വി.എമ്മിനെ സംബന്ധിച്ചുള്ള ബി.ജെ.പിക്കാരുടെ ആശങ്കകൾ അവസാനിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇന്ത്യ മുന്നണിക്ക് ഇ.വി.എമ്മിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞത് മികച്ച വിജയം നേടിയതോടെ അത് മാറ്റിയിട്ടില്ല എന്നാണ് അഖിലേഷ് പറഞ്ഞത്. ഇ.വി.എമ്മിനേക്കാൾ വിശ്വാസം ബാലറ്റ് പേപ്പറുകളെയാണെന്ന പഴയ നിലപാടിൽ തന്നെയാണ് ഇന്ത്യ സഖ്യമുള്ളതെന്നും അഖിലേഷ് യാദവ് പറയുന്നു. ഉത്തർപ്രദേശിലെ മുഴുവൻ സീറ്റുകളിലും വിജയിച്ചാലും ഇ.വി.എമ്മിൽ തനിക്ക് വിശ്വാസമില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞ അഖിലേഷ് യാദവ് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ പിറ്റേ ദിവസം തന്നെ ഇ.വി.എമ്മുകൾ നിർത്തലാക്കുമെന്നും നരേന്ദ്രമോദിയും അമിത്ഷായും ഇരിക്കുന്ന വേദിയിൽ വെച്ച് തന്നെ അഖിലേഷ് യാദവ് അത് പ്രഖ്യാപിക്കുകയും ചെയ്തത് രാജ്യം നോക്കിക്കണ്ടു. ലോക്സഭയിൽ നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് നിലപാടിൽ തെല്ലും സംശയമില്ലെന്നും മാറ്റമില്ലെന്നും ബി.ജെ.പിക്കാരെ പോലെ വെള്ളം ചേർക്കില്ലെന്നും അഖിലേഷ് യാദവ് സഭയിൽ വിളിച്ചു പറഞ്ഞത്. ഇന്നലെയും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ തനിക്ക് വിശ്വാസമില്ല, ഇന്നും വിശ്വാസമില്ല, ഇനി നാളെയും വിശ്വസിക്കില്ല. ഇ.വി.എമ്മുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇന്ത്യ മുന്നണി വലിയ വിജയം നേടിയത് കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല എന്നും അദ്ദേഹം ഉറപ്പ് പറയുന്നു. യു.പിയിലാകെയുള്ള മുഴുവൻ 80 സീറ്റുകളിലും വിജയിച്ചാൽ പോലും താൻ ഇ.വി.എമ്മിൽ വിശ്വസിക്കില്ലെന്നും അഖിലേഷ് യാദവ് ഉറച്ചു തന്നെ പറയുന്നു. അയോധ്യയിലെ സമാജ്വാദി പാർട്ടിയുടെ വിജയം സമ്മാനിച്ചത് ഇ.വി.എം അല്ല, മറിച്ചത് ഇന്ത്യയിലെ പക്വതയുള്ള വോട്ടർമാരുടെ വിജയമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഇന്ത്യയിലെ വർഗീയ രാഷ്ട്രീയത്തിന് കൂടി അന്ത്യമായെന്നും അഖിലേഷ് യാദവ് പറയുന്നുണ്ട്. ഈ രാജ്യത്തെ പ്രബുദ്ധരായ ജനങ്ങൾ ബി.ജെ.പി. സർക്കാരിൻ്റെ അഹങ്കാരം തകർത്തിരിക്കുകയാണെന്നും ഇന്ത്യ മുന്നണിയുടെ ധാർമ്മിക വിജയമാണ് രാജ്യത്തെ ജനങ്ങളിൽ പ്രതിഫലിച്ചതെന്നും അഖിലേഷ് വിശേഷിപ്പിക്കുന്നു. എന്തായാലും യു.പിയിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച അഖിലേഷ് യാദവിന് ലോകസഭയ്ക്കുള്ളിൽ താരപരിവേഷമാണ് ലഭിച്ചിരിക്കുന്നത്. യു.പിയിൽ മാത്രമല്ല, അയോധ്യ സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദിലും ബി.ജെ.പിയെ കെട്ടുകെട്ടിച്ചാണ് അഖിലേഷ് യാദവ് സഭയിലേക്ക് നടന്നു കയറിയത്.